അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര കഥകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെയും പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആക്ഷേപിക്കുകയും വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന നമ്രൂദിനും കിങ്കരന്മാർക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് നോക്കാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നും കാറ്റും മഴയും വെയിലും ചൂടും തണുപ്പും എല്ലാം നമുക്ക് നൽകുന്നത് അള്ളാഹുവാണെന്നും അതുകൊണ്ട് ആ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യ വസ്തു ലോകത്തില്ലെന്നും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി രക്ഷപ്പെടാൻ നോക്കണമെന്നും ഈ കൂട്ടരോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിച്ചു. ശേഷം ഈ ജനങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിലേക്ക് തൗഹീദിൻ്റെ വെളിച്ചം പരത്തിക്കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് തൻ്റെ പിതാവിനോട് എതിർക്കാൻ തുടങ്ങുകയാണ്. തൻ്റെ പിതാവിനോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കി നിങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഈ സാധനം, ഈ വസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ആരാധിക്കുന്നത്? എന്തുപകാരമാണ്, എന്തുപദ്രവമാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വസ്തുവിനെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ വളർത്തുപിതാവ് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കൾ മുൻകഴിഞ്ഞു പോയവരൊക്കെ ഇതിനെ ആരാധിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഇത് അവരുടെയൊക്കെ ആരാധ്യ വസ്തുക്കളാണ്. അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ പാത പിൻപറ്റിയിട്ട് ജീവിക്കാനേ പറ്റുകയുള്ളൂ. ഈ ആരാധ്യ വസ്തുക്കൾ ആരാധിക്കാതെ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതിനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വളർത്തു പിതാവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സന്മാർഗത്തിൻ്റെ വഴി കാണിക്കാം. നിങ്ങളെൻ്റെ പിതാവാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് വന്ന് ഇറങ്ങുന്നതിനെ ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഞാനൊരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പാത പിൻപറ്റി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നല്ല വഴിയിലേക്ക് മാറി ചിന്തിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് ഉപദേശിച്ചു. ഈ വിവരമറിഞ്ഞ നാട്ടുകാരൊക്കെ സ്വന്തം പുത്രനെ നിലക്ക് നിർത്താൻ കഴിയാത്ത പിതാവാണ് ആസർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവിനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ പിതാവ് പറഞ്ഞു, ഇബ്രാഹിമേ, നീ നിന്റെ ഈ വാദത്തിൽ നിന്ന് പിന്തിരിയാത്ത പക്ഷം നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യുമെന്നും അതല്ലെങ്കിൽ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്നും എനിക്കിവിടെ അന്തസ്സോടുകൂടി ജീവിക്കണമെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ പിതാവ് പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പിതാവിനോട് പറയുകയാണ്, വീണ്ടും ഈ ഉപകാരവും ഉപദ്രവവും ഒന്നും ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സഹായിക്കാൻ പറ്റാത്ത ഈ പ്രതിമകളെ ആരാധിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പിതാവിനോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർമ്മിക്കാതെ സൃഷ്ടിയായ നമ്രൂദിൻ്റെ നിർദ്ദേശങ്ങളും നമ്രൂദ് കൽപ്പിക്കുന്ന കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് നമ്രൂദിനെ നോക്കിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചു, ഈ ബിംബങ്ങൾക്കൊരു കഴിവുമില്ല എന്നതും സ്വന്തമായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഒരീച്ച വന്നിരുന്നാൽ പോലും ഇതിന്
അതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നും ഇവർക്ക് യാതൊരു സഹായം ചെയ്യാനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ ഈ വിഗ്രഹത്തിന് സാധിക്കില്ല എന്ന് ഇവർക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യുമെന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്രൂദ് രാജാവിൻ്റെ കിങ്കരന്മാരും നമ്രൂദുമൊക്കെ വർഷത്തിലൊരിക്കൽ ഒരു പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. ആ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് ആഘോഷിക്കുകയും ആറാടുകയും തുള്ളിച്ചാടുകയും ഒക്കെ ചെയ്ത് അവസാനം സന്ധ്യയാകുമ്പോൾ ആരാധനാലയത്തിലേക്ക് ചെന്നുകൊണ്ട് അവിടെ പൂജകൾ അർപ്പിക്കുകയും അവിടെ ഭക്ഷണം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യാറ് പതിവാണ്. അപ്പോൾ ആ ദിവസം തന്നെ ഇതിന് തിരഞ്ഞെടുക്കാമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിൽ കണക്ക് കൂട്ടുകയും പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ പെരുന്നാളിന്റെ ദിവസം, ആ ആഘോഷ ദിവസം വന്നെത്തി എന്നറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷിക്കുകയും ആ ആഘോഷ ദിവസമായപ്പോൾ അവരൊക്കെയും മൈതാനത്തിലേക്ക് പോകുന്ന സമയത്ത് ചില കൂട്ടുകാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്ഷണിക്കുകയും ഇബ്രാഹിം നബി കൂടെ പോവുകയും ചെയ്തു. ആദ്യ വഴിയിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, എനിക്ക് എന്തോ അസുഖം തോന്നുന്നു, തൽക്കാലം കുറച്ച് വിശ്രമിക്കണം, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ കൂടെ വന്ന ആളുകളെ മൈതാനത്തേക്ക് അയച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇരുന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ മുന്നിൽ കൂടെ എത്രയോ ആളുകൾ മൈതാനത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ജനങ്ങളൊക്കെ പോയി കഴിഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മൈതാനം വീക്ഷിക്കുമ്പോൾ ആ മൈതാനത്തിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഉല്ലസിച്ച് സന്തോഷിച്ച് ആറാടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. അങ്ങനെ അന്നത്തെ ദിവസം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ ഈ നമ്രൂദും കിങ്കരന്മാരുമൊക്കെ ആ വലിയ ആരാധനാലയത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് കൂടിയിട്ട് ആരാധനാലയം തുറക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും മന്ദം വിട്ട് ഞെട്ടിത്തെരിച്ച് നിന്നു പോവുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതാരാണിത് ചെയ്തത്? അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, ഇത് ഇബ്രാഹിമിന്റെ പണിയായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കോപാകുലനായ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിനെ എൻ്റെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് ഹാജരാക്കണമെന്ന് ഉത്തരവിടുകയും ഈ കിങ്കരന്മാർ നാല് ഭാഗത്തേക്ക് ഓടുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിനെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഈ സമൂഹം ഒന്നടങ്ങി നിൽക്കുന്ന സമയത്ത് നമ്രൂദ് ചോദിച്ചു, ഈ വിഗ്രഹങ്ങളെ തച്ചുടച്ചത് നീയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്, ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു വിഗ്രഹമുണ്ടായിരുന്നില്ലേ, ആ കോടാലി കഴുത്തിലേക്ക് തൂക്കിയിട്ട ആ വിഗ്രഹമാണ് ബാക്കിയുള്ള വിഗ്രഹങ്ങളെയൊക്കെ ആക്രമിച്ചത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഗ്രഹത്തോട് ചോദിക്കാം, അത് സംസാരിക്കുമെങ്കിൽ അത് പറഞ്ഞു തരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയ ജനങ്ങളാകെയും ദേശത്തോടുകൂടി ഇബ്രാഹിമിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്ന ജനങ്ങൾ പോലും മന്ദം വിട്ടു നിന്നുപോയി ആ ചോദ്യത്തിന് മുമ്പിൽ. പിന്നെ അവരിൽപ്പെട്ട ചില ആളുകൾ തന്നെ പറഞ്ഞു, ശരി തന്നെയല്ലേ, ഈ വിഗ്രഹം ഒന്നും തന്നെ സംസാരിക്കുകയില്ല, പിന്നെ നമ്മൾ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത്? ഇത് പറയുന്നത് സമൂഹം ഇത് പറയുന്നു എന്ന് കേട്ട ഉടനെ തന്നെ നമ്രൂദിന് ദേഷ്യം ഇരട്ടിച്ചു. അപ്പൊ തന്നെ പ്രഖ്യാപിച്ചു, ആ നാട്ടിലെ പതിവ് ശിക്ഷ നമ്രൂദ് രാജാവ് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് പതിവ് ശിക്ഷ? ഒരാൾ വലിയൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു തീക്കുണ്ടമുണ്ടാക്കുകയും അതിലേക്ക് ജീവനോടെ അയാളെ വലിച്ചെറിയുകയും ചെയ്യുക എന്ന ഒരു ശിക്ഷയായിരുന്നു അന്ന് നമ്രൂദ് നടപ്പാക്കിയിരുന്നത്. ആ ഒരു ശിക്ഷ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുകയാണ്. എന്നിട്ട് പറയുന്നു,
ഏറ്റവും വലിയ ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കണം. ആ അഗ്നികുണ്ഡത്തിലേക്ക് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഇബ്രാഹിമിനെ നമുക്ക് വലിച്ചെറിയണം എന്ന് പറഞ്ഞ് കൽപ്പിക്കുകയും തൻ്റെ അനുയായികൾ ആ അഗ്നികുണ്ഡം തയ്യാറാക്കാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഏകദേശം 30 ദിവസം വേണ്ടി വന്നു ആ അഗ്നികുണ്ഡം തയ്യാറാകാൻ. അങ്ങനെ അതിലേക്ക് വിറകുകൾ ശേഖരിക്കാൻ തുടങ്ങി. രോഗശയ്യയിൽ കിടക്കുന്ന ചില ആളുകൾ പോലും ആ അഗ്നികുണ്ഡത്തിലേക്ക് വിറകുകൾ നേർച്ചയാക്കി കൊടുത്തയക്കാൻ തുടങ്ങി. എല്ലാവരും വിറക് ശേഖരിച്ചു. ഏകദേശം 1 മാസത്തോളം പിടിച്ചു അതിൽ വിറക് നിറഞ്ഞു കിട്ടാൻ. അത്രയും വലിയ അഗ്നികുണ്ഡം സ്ഥാപിക്കുകയും ആ വിറകിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് അതിന് തീ കൊടുക്കുകയും ചെയ്തു. അതിന് തീ കൊടുത്തു. ആ തീ ആളിക്കത്താൻ തുടങ്ങി. ആ ആളിക്കത്തുന്ന സമയത്ത് ആ തീ കത്തുന്നതിൻ്റെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ പോലും അതിലേക്ക് കരിഞ്ഞ് വീണുപോയിരുന്നു. അത്രയും ശക്തമായ ചൂടാണ് ആ തീക്കുണ്ടായിരുന്നത്. ഈ വിവരങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാം. പക്ഷേ ഒളിച്ചോടാനോ തൻ്റെ ശരീരം രക്ഷപ്പെടുത്താനോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതിർന്നില്ല. അപ്പോൾ നാട്ടിലൊക്കെ സംസാരമാണ്. ഇബ്രാഹിമിൻ്റെ ശിക്ഷ അതിഭയാനകമാണ്. ഇബ്രാഹിമിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അത്രയും വലിയ ശിക്ഷയാണ് നമ്രൂദ് രാജാവ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതാ ശിക്ഷയ്ക്കുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ സന്തോഷിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ നമ്രൂദ് രാജാവ് എന്ത് ചെയ്തു? എങ്ങനെയാണ് ഈ തീയിലേക്ക് വലിച്ചെറിഞ്ഞത്? ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.